നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് 2025-26 സീസണിൻ്റെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ 3 ദിവസങ്ങളിലായിട്ട് നടന്നു. ആദ്യ റൗണ്ട് അവസാനിക്കുകയാണ്. യൂസിലിൻ്റെ പുതിയ ഫോർമാറ്റ് അനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. 36 ടീമുകൾ വരുന്ന ഒറ്റ ഒരു ലീഗായിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും 36 ടീമുകളും പരസ്പരം മത്സരിക്കുന്നില്ല. 8 എതിരാളികളോടാണ് ഓരോ ടീമും കളിക്കേണ്ടതുള്ളത്. എന്നാലോ ഒരുമിച്ചാണ് പോയിൻ്റ് പട്ടിക തയ്യാറാക്കുക. അപ്പോൾ ആദ്യ 8 സ്ഥാനത്തെത്തുന്നവർ നേരിട്ട് പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടുകയും 9-ാം സ്ഥാനം മുതൽ 24-ാം സ്ഥാനം വരെ വരുന്ന ടീമുകൾ ഒരു പ്ലേ ഓഫിലേക്ക് കടക്കുകയും 24-ന് താഴെ, അതായത് 25 മുതൽ 36 വരെ വരുന്ന ടീമുകൾ പുറത്താവുകയും ചെയ്യും. ഇതാണ് ഫോർമാറ്റ്. ഇതൊക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഓരോ കളിയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഗോൾ ഡിഫറൻസ് എത്ര എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടതാണത്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ ആർക്കാണ് ആധിപത്യം നോക്കാം. നമ്മൾ ആദ്യം റിസൾട്ടുകളും നോക്കാം. PSV ഐന്തോവനെ യൂണിയൻ SG അട്ടിമറിക്കുന്നത് കണ്ടു. അങ്ങനെ കുറച്ച് അട്ടിമറികൾ കണ്ട മത്സരമാണ്. ഒരു മാച്ച് ഡേ ആണ്. 3-1 യൂണിയൻ SG PSV ഐന്തോവനെ അട്ടിമറിച്ചത്. അത്ലറ്റിക് ക്ലബ് ബിൽബാവോയെ ആഴ്സണൽ 2-0 പരാജയപ്പെടുത്തി കംഫർട്ടബിൾ വിക്ടറി. യുവൻറ്റസും ഡോട്ട്മുണ്ടും തമ്മിലൊരു പോരാട്ടം അങ്ങ് നടത്തി. ഇഞ്ചുറി ടൈമിൽ 2 ഗോളുകൾ അടിച്ചുകൊണ്ടാണ് യുവൻറ്റസ് പിന്നെ സമനില പിടിച്ചത് 4-4. ബെൻഫിക്കയെ കറാബാക്ക് അസർബൈജാനി ക്ലബ്ബാണ് അട്ടിമറിച്ചു. പോർച്ചുഗീസ് വമ്പന്മാർക്ക് അത് താങ്ങിയില്ല. അവർ കോച്ചിനെ പുറത്താക്കി. ഓസെ മൊറിഞ്ഞയെ കോച്ചാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്താവും ബാക്കി എന്ന് കണ്ടറിയണം. എന്തായാലും 2-3 കറാബാഗ് FK ബെൻഫിക്കയെ പരാജയപ്പെടുത്തി. ടോട്ടനാം VRLന് മേൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ജയിച്ചപ്പോൾ റയൽ മാഡ്രിഡ് ബാഴ്സയ്ക്ക് മേൽ 2-1 വിജയമാണ് സ്വന്തമാക്കിയത്. ഇവൻ റെഡ് കാർഡൊക്കെ കിട്ടിയിട്ടും അവർ ആ വിജയം പിടിച്ചു നിർത്തി ലീഡ് സംരക്ഷിച്ചു. 2-1 വിജയിച്ച് കയറി. ഒളിമ്പിയാക്കോസും പെഫോസും തമ്മിലുള്ള മത്സരം ഗോൾ രഹിതമായപ്പോൾ സ്ലാവിയ പ്രാഹയും ബോർഡ് ഗ്ലിംറ്റും തമ്മിലുള്ള മത്സരം 2-2 സമനിലയായിരുന്നു. ബയേൺ ചെൽസിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വേൾഡ് ചാമ്പ്യന്മാരെ കണ്ണീരിലാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടു. ബയേണിൻ്റെ ഒരു ആധിപത്യം, ഗോൾ മഴ പെയ്യുകയാണ് ബവേറിയയിൽ. നമ്മളതിനെക്കുറിച്ച് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. 3-1 ചെൽസിയെ തോൽപ്പിച്ചത്. PSG അവരുടെ പോയ സീസണിലെ ഫോം അതുപോലെ തന്നെ തുടരുന്നു. അറ്റ്ലാന്റയെ ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഇന്റർ മിലാൻ അയാക്സിനെ 2-0 വീഴ്ത്തിയപ്പോൾ ലിവർപൂളും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിലൊരു പോരാട്ടം കണ്ടു. കിടിലൻ പോരാട്ട വീര്യം ഇരു ടീമും പുറത്തെടുത്തപ്പോൾ ഒടുവിൽ ലിവർപൂൾ വിജയിച്ച് കയറി. സിമയോണി ഒരു ആരാധകനുമായിട്ട് ഉടക്കി വലിയ പ്രശ്നം, പ്രതിസന്ധിയൊക്കെ ഉണ്ടാക്കി. 3-2 ലിവർപൂൾ ജയിച്ച് കയറി. കോപ്പൻഹേഗൻ ലെവർക്യൂസൻ മത്സരം 2-2 സമനില. ക്ലബ് ബ്രൂഗെ മൊണോക്കോ മത്സരം മൊണോക്കോയെ ക്ലബ് ബ്രൂഗെ തോൽപ്പിച്ചു. അതും ഒരു അപ്രതീക്ഷിത റിസൾട്ടാണ്. 4-1 ക്ലബ് ബ്രൂഗെ വിജയിച്ചു. ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ട് ഗലറ്റസറായി 5-1 തോൽപ്പിച്ചപ്പോൾ സ്പോർട്ടിംഗ് നവാഗതരായ ഖൈറാത്ത് അൽമാറ്റിയെ 4-1 തോൽപ്പിച്ചത്. ന്യൂകാസിൽ യുണൈറ്റഡും FC ബാഴ്സലോണയും തമ്മിൽ ഇന്നലെ രാത്രി നടന്ന മത്സരം ബാഴ്സ റാഷ്ഫോർഡിൻ്റെ ഇരട്ട ഗോളുകളുടെ മികവിലാണ് ജയിച്ചു കയറിയത്. 2-1 ജയം. സിറ്റിയും നാപ്പോളിയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ നാപ്പോളിയുടെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് KDB കളിക്കളത്തിലേക്ക് ഇറക്കി സിറ്റിക്കെതിരെ. പക്ഷേ അധിക സമയം അദ്ദേഹം കളിക്കളത്തിൽ നിന്നില്ല. ഒരു 10-25 മിനിറ്റ് കഴിയുമ്പോൾ കോച്ച് അദ്ദേഹത്തെ തിരികെ വിളിച്ചു. അതിൻ്റെ കാരണം ഓൾറെഡി നാപ്പോളിയിൽ ഒരു താരത്തിന് റെഡ് കാർഡ് കിട്ടി. അപ്പോൾ ഫോർമേഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടിയിരുന്നു. അതിനാണ് തിരികെ വിളിച്ചത്. എന്തായാലും സിറ്റി 2-0 കളി വിജയിച്ചു. അവർ വളരെ മികച്ച രൂപത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഈ സീസണിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗ് പോരാട്ടങ്ങൾ. എന്ന് മാത്രമല്ല 50ാമത്തെ UCL ഗോൾ നേടിയിരിക്കുകയാണ് എർലിംഗ് ഹാലൻഡ്. വെറും 49 കളികളിൽ നിന്നാണ് ഈ നേട്ടം അദ്ദേഹം നേടിയതെന്ന കാര്യം കൂടി നോക്കുക. ഇപ്പോൾ ആദ്യ റൗണ്ട് കഴിയുമ്പോൾ 3 പോയിൻ്റുള്ള ടീമുകൾ 14 ടീമുകളുണ്ട്. 3 പോയിൻ്റ്. ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ട്, PSG, ക്ലബ് ബ്രൂഗെ, സ്പോർട്ടിംഗ്, യൂണിയൻ SG, ബയൺ മ്യൂണിക്ക്, ആഴ്സണൽ, ഇന്റർ മിലാൻ, മാഞ്ചസ്റ്റർ സിറ്റി, കറാബാഗ് FK, ലിവർപൂൾ, FC ബാഴ്സലോണ, റയൽ മാഡ്രിഡ്, ടോട്ടനാം ഹോട്ട്സ്പർ ടീമുകൾക്കാണ് 3 വീതം പോയിൻ്റുകൾ. അപ്പോൾ ഇതിൽ ഈ ഗോൾ ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ +4 ഗോൾ ഡിഫറൻസിൽ ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിനും PSG മാത്രമാണ്. അവർ 1-2 സ്ഥാനത്ത് നിൽക്കുന്നു. ക്ലബ് ബ്രൂഗയും സ്പോർട്ടിങ്ങും യൂണിയൻ SGയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ക്ലബ്ബുകളുണ്ട്. അപ്പോൾ അതിൽ ക്ലബ് ബ്രൂഗയും സ്പോർട്ടിങ്ങും 3+3 ഗോൾ ഡിഫറൻസുമായിട്ട് 3-4 സ്ഥാനത്ത് നിൽക്കുമ്പോൾ യൂണിയൻ SGയും ബയേണും അതുപോലെ തന്നെ പിന്നെ ആഴ്സണലും ഇന്റർ മിലാനും മാഞ്ചസ്റ്റർ സിറ്റിയും ഇവർക്ക് +2 ഗോൾ ഡിഫറൻസാണ്. അതിൽ ഇൻ്റർ 8ാം സ്ഥാനത്ത് വരെ എത്തുന്നു. മാഞ്ചസ്റ്റർ സിറ്റി തൽക്കാലം 9ാം സ്ഥാനത്താണ്.
ഇതൊക്കെ വരും മത്സരങ്ങളിൽ മാറി മറിയും. അപ്പോൾ അതാണ് പറഞ്ഞത്, ഈ എല്ലാ ടീമുകളും പരസ്പരം ഏറ്റുമുട്ടാത്തത് കൊണ്ട് റിസൾട്ട് മാത്രമല്ല അതിൻ്റെ ഗോൾ ഡിഫറൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമങ്ങളുണ്ടാവും. ആദ്യ 8 സ്ഥാനത്തെത്തുന്നവരാണ് നേരിട്ട് ഈ ഒരു റൗണ്ട് ഓഫ് 16ലേക്ക് കടക്കുക. ഇനി ആദ്യ റൗണ്ട് കഴിയുമ്പോഴുള്ള സ്റ്റാറ്റിസ്റ്റിക്സ്, പ്ലെയർ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നോക്കിയാൽ ഏറ്റവും അധികം ഗോൾ അടിച്ചതിൻ്റെ കണക്കിലുള്ളത് 2 ഗോളുകൾ നേടിയതാണ്. അതാവട്ടെ കുറച്ചധികം താരങ്ങളുമുണ്ട്, 2 ഗോളുകൾ. സോ ഇപ്പോഴേ നമ്മൾ ആരാണ് ഇത്തവണത്തെ ഗോൾഡൻ ബൂട്ട് എന്നൊന്നും പറയാനായിട്ടില്ലെങ്കിലും ആ ഒരു ട്രെൻഡ് നോക്കിയ കാര്യം വളരെ വ്യക്തമാണ്. ചില സൂപ്പർ താരങ്ങൾ ഇപ്പോഴേ ഗോളിൽ തുടങ്ങിയിട്ടുണ്ട്. കിലിയൻ എംബാപ്പയും കെയ്നും, അവർ 2 പേരും 2 ഗോളുകൾ അടിച്ചുകൊണ്ട് മുന്നിലുണ്ട്. പിന്നെ ലൊറൻ്റെ, വ്ലഹോവിച്ച്, റാഷ്ഫോർഡ്, സ്ലാവിയ പ്രാഹയുടെ ഡിഫൻഡറായിട്ടുള്ള എംബോഡി, അതുപോലെ സ്പോർട്ടിംഗ് CPയുടെ ഫ്രാൻസിസ്കോ ട്രിങ്കാവോ, ഫ്രാങ്ക്ഫർട്ടിൻ്റെ ബുർക്കാർട്ട്, അതുപോലെ തന്നെ ഇൻ്റർ മിലാൻ്റെ മാർക്കസ് തുറാം, ഇവരൊക്കെ 2 വീതം ഗോളുകളുമായിട്ട് നിലവിൽ ഈ ഒരു ഗോൾഡൻ ബൂട്ടിനുള്ള റേസിൽ 1-ാം സ്ഥാനത്താണ്. അവർ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നർത്ഥം. ഇനിയിപ്പോൾ മറിച്ചിലുകളൊക്കെ സംഭവിക്കാം. അസിസ്റ്റിൻ്റെ കാര്യത്തിൽ സ്ലാവിയ പ്രാഹയുടെ പ്രവോഡും അതുപോലെ തന്നെ ഇൻ്റർ മിലാൻ്റെ ഹക്കാൻ ചലനോളവും 2 അസിസ്റ്റുകളുമായിട്ട് തലപ്പത്ത് നിൽക്കുന്നു. അറ്റംപ്റ്റുകളുടെ കാര്യത്തിൽ, ഗോളടിക്കാനുള്ള ശ്രമത്തിൻ്റെ കാര്യത്തിൽ കിലിയൻ എംബാപ്പയെ വെല്ലാൻ മറ്റാരുമില്ല എന്നുള്ളതാണ്. 5 അറ്റംപ്റ്റുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നടന്നത്. എന്തായാലും മികച്ച ഒരു മാച്ച് ഡേ 1 ആണ് നമ്മൾ കണ്ടത്. കൂടുതൽ പോരാട്ടങ്ങൾ വരും മാച്ച് ഡേകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.